നമ്മളിന്ന് സ്റ്റോക്ക് അനാലിസിസിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ക്രിപ്റ്റ് ഫോർ ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നിലവിൽ 267 രൂപ റേഞ്ചിലാണ് നിലവിൽ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് കമ്പനിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി നമ്മൾ നേരെ സ്ക്രീനറിലേക്ക് വന്നു. സ്ക്രീനറിൽ വന്നപ്പോഴത്തേക്കും കൃത്യമായിട്ട് നമുക്കിവിടെ കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. നമ്മുടെ ട്രേഡിംഗ് വ്യൂവിൽ 267 രൂപ 60 പൈസയാണ് കാണിക്കുന്നത്. അത് ചെറിയ അപ്ഡേറ്റിൻ്റെ പ്രശ്നമാണ്. 267 രൂപ നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത് 78 കമ്പനി 329 രൂപ 329 കോടി രൂപ മാത്രമാണ് എൻ്റെ മാർക്കറ്റ് ക്യാപ്പിലുള്ളത്. അപ്പം ചെറിയ കമ്പനിയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ നല്ല വളർച്ച സാധ്യതയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചെറിയൊരു റിസ്കിൻ്റെ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ. പിന്നെ കമ്പനിയുടെ PE റേഷ്യോ 18 പോയിൻ്റാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ PE എന്ന് പറയുന്നത് 34 ആണ് അതിൻ്റെ റേഷ്യോ. സോ ഇത് അത്യാവശ്യം നല്ല ഒരു ഇൻഡിക്കേഷനാണ് തരുന്നത്. ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കമ്പനിയുടെ ROE 18%, അതുപോലെ തന്നെ ROCE 25%. ഇതും നല്ല അട്രാക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിയോട്രോസ്കി സ്കോർ 8 അതിൻ്റെ പോയിൻ്റ്. സോ ഇതും ബേസിക്കലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ഫണ്ടയാണ്, അല്ലെങ്കിൽ ഓവറോൾ ഫണ്ട നല്ലതാണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതാണ് എന്നുള്ളൊരു മീനിങ്ങാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിൻ്റെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 0. സെയിൽസ് ഗ്രോത്ത് 5 ഇയർ ആവറേജ് 15%, പ്രോഫിറ്റ് ഗ്രോത്ത് 44%. സോ കമ്പനി ഓവറോൾ നോക്കാൻ നേരത്ത് നല്ല ഒരു ഇമ്പ്രഷനാണ് നമുക്ക് തരുന്നത്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 1982 കാലഘട്ടത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡ്രഗ്സ് ആൻഡ് കെമിക്കൽസ് ഉണ്ടാക്കുന്ന ഒരു ഫീൽഡിൽ, ആ ഒരു സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട കമ്പനിയാണ്. ഇതിൻ്റെ പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വിശദീകരിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്കിത് വായിച്ച് നോക്കിയാൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ക്ലയൻസ് ആരൊക്കെയാണെന്ന് നോക്കി. എസൻഷ്യൽ ഡ്രഗ്സ് കമ്പനി ലിമിറ്റഡ്, ഫൈസർ എല്ലാം കേട്ടിട്ടുണ്ടാവും. ഫൈസർ, പിന്നെ അതുപോലെ തന്നെ യുണൈറ്റഡ് ഫോസ്ഫറസ്, അതുപോലെ സിപ്ല, ഇവരൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ക്ലയൻസ്. അത്യാവശ്യം നല്ല പേരുള്ള ക്ലയൻസൊക്കെയാണ് ഇവർക്കുള്ളത്. ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നത് 16 കമ്പനിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇൻക്ലൂഡിങ് ജർമ്മനി, UK, ബംഗ്ലാദേശ്, ഇറാൻ ആൻഡ് UAE-ലേക്കൊക്കെ ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ എക്സ്പോർട്ടിൻ്റെ പെർസെൻറ്റേജ് 21%. ഡൊമസ്റ്റിക് സെയിൽസിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ റവന്യൂ കിട്ടുന്നത്, 79%. സോ ആവറേജ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഓവറോൾ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല ഒരു ഇമ്പ്രഷനാണ് പൊതുവെ ഇതിൻ്റെ കമ്പനിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം റാൻഡമായിട്ട്. ഇതിൻ്റെ പ്രൈമറി ചാർട്ടിലേക്ക് വരാൻ നേരത്ത് 50 EMAയ്ക്കും അതുപോലെ തന്നെ 200 EMAയ്ക്കും മുകളിലാണ് ഇതിപ്പോൾ നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അത് നല്ലൊരു ഇൻഡിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ മെഷീൻ ജനറേറ്റഡ് ഡേറ്റയൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളത് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഗ്രോത്ത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞ സെപ്റ്റംബറിൽ വന്നിരിക്കുന്ന ഡേറ്റ അനുസരിച്ചാണെങ്കിലും നല്ല ഒരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ നല്ല ഒരു റിസൾട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടാകുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സെയിൽസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെയിൽസ് കൂടിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സംബന്ധിച്ച് മെയിൻ വിഷയം. സെയിൽസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ആനുപാതികമായിട്ട് ഇവിടെ അതിനായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസുകളും കൂടിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിനാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അത് അത്യാവശ്യം നല്ല ഇമ്പ്രസീവായിട്ടുള്ള ഒരു ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിനാണ് നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏർണിംഗ് പെർ ഷെയർ ക്വാർട്ടർലി റിസൾട്ടിൽ ഏകദേശം 7 രൂപയോളമാണ് ഇപ്പോൾ നിലവിൽ കാണിക്കുക. അതും നല്ലൊരു ഇൻഡിക്കേഷനാണ്. അത് ഓവറോൾ കമ്പനി ഗ്രോ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടുന്നുള്ള കമ്പനിയാണെന്ന് ഈ ഒരു ഡേറ്റയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസിലൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാം. ഡീറ്റെയിൽസൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റിസൾട്ടുകളൊക്കെ തന്നെയാണ് നമുക്ക് തന്നത്. സോ അതും നല്ല ഒരു ഇൻഡിക്കേഷനാണ്. പിന്നെ സ്റ്റോക്ക് പ്രൈസിലുള്ള CAGR, ഇതാണ് ആസ് എ ട്രേഡർ അല്ലെങ്കിൽ ആസ് എ ഇൻവെസ്റ്റർ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയേണ്ട മെയിൻ കേസ് ഇതാണ്. കമ്പനിയുടെ കഴിഞ്ഞ 5 വർഷത്തെ ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 63%. 3 വർഷത്തെ ഗ്രോത്ത് എന്ന് പറയുന്നത് 13%. ഒരു വർഷത്തെ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിലുള്ള ഗ്രോത്ത് 13%. നമ്മളെ സംബന്ധിച്ച് ഈ 13% എന്ന് പറയുന്നത് ചെറിയ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്ക് പ്രൈസിലുള്ള വ്യത്യാസം അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാകും 2022 കാലഘട്ടം മുതൽ ഈ ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ നിന്നിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് സ്റ്റോക്ക് പ്രൈസിലുള്ള ആ ഒരു വേരിയേഷൻ അത്രയും കുറയാൻ കാര്യം. സോ നമുക്ക് ബാക്ക് ടു അവർ ഡേറ്റയിലേക്ക് വരാം. അതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഒരു പെർസെൻറ്റേജ് ഇവിടെ കാണിക്കുന്നത്. അതിന് മുന്നേ വരെ 63% എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് കയറി വന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു വേരിയേഷൻ ഈ പറയുന്ന പെർസെൻറ്റേജ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കോമ്പൗണ്ട് ഗ്രോത്ത് ആവറേജ് ഇവിടെ സെയിൽസ് ആവറേജ് കാണിക്കുന്നുണ്ട്, പ്രോഫിറ്റിൻ്റെ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കണം അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇംപ്രഷനാണ് നമുക്ക് പൊതുവെ ഉണ്ടാകുന്നത്. ബാലൻസ് ഷീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 2022 മുതൽ ഇവർ ക്യാപിറ്റൽ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ച് അട്രാക്റ്റീവായിട്ടുള്ള കേസ് റിസർവ് കമ്പനി അത്യാവശ്യം നല്ല രീതിയിൽ കൂട്ടിയിട്ടുണ്ട്. അതും നമ്മളെ സംബന്ധിച്ച് നല്ല ഒരു അട്രാക്റ്റീവായിട്ടുള്ള കേസാണ്. അതുപോലെ തന്നെ ലയബിലിറ്റി ഇവിടെ കൂട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതേപോലെ തന്നെ ഇവിടെ അതർ അസറ്റിലോട്ട് അത് കൺവേർട്ടായി വന്നിട്ടുണ്ട്. മിക്കവാറും ഈ പറയുന്ന പോലെ ഇവിടെ നോക്കി ട്രേഡ് ഡെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ട്രേഡ് റെസീവബിളൊക്കെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. സോ അത് നല്ലൊരു ഇമ്പ്രഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എല്ലാ ഇയറിലും ചെയ്തു വരുന്നുണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ വൈസ് ആയിട്ടുള്ള നല്ല ഒരു ഇമ്പ്രഷനാണ് എനിക്ക് തരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ ക്യാഷ് ഫ്ലോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, കൃത്യമായിട്ട് കാണാം, നല്ല ഒരു ഇമ്പ്രഷനാണ് നമുക്കിവിടെ കിട്ടുന്നത്. സോ ഇത് അത്യാവശ്യം നല്ല ഒരു ഇതാണ്, ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വീണ്ടും നല്ലതാണെന്ന്. എന്നെ സംബന്ധിച്ച് ശരിക്കും നോക്കാൻ നേരത്തെ നല്ലൊരു ഇമ്പ്രഷൻ കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ROC ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാമെന്നുള്ള കേസേ ഉള്ളൂ. കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് നോക്കുകയാണെങ്കിൽ 73%, അതായത് കഴിഞ്ഞ ജൂൺ ക്വാർട്ടറിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിലത് ഇവിടെ ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. അത് കൊണ്ടുപോയിരിക്കുന്നത് പബ്ലിക്കിലേക്കാണ് എടുത്തിരിക്കുന്നത്, പബ്ലിക്കാണ് അത് കൊണ്ടുപോയിരിക്കുന്നത്. FSICയും അതുപോലെ FSIs ഇത് മെയിനായിട്ട് അവരുടെ ഹോൾഡിങ്സ് കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം നേരെ കൊണ്ടുപോയിരിക്കുന്നത് പബ്ലിക്കിലോട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ 73% ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം കമ്പനിയുടെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സ് നല്ല രീതിയിലുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഓവറോൾ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഇമ്പ്രഷനാണ് നമുക്ക് തരുന്നത്. സോ നമുക്ക് ഇനി അടുത്ത് നോക്കേണ്ടത് ചാർട്ടിലേക്കാണ്. ചാർട്ടിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. സോ ജസ്റ്റ് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണ് ഇങ്ങനെ ഒരു വേരിയേഷൻ വരാൻ കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇതിൻ്റെ സ്റ്റോറി ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞതാണ്. സോ നമുക്ക് കമ്പനിയുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഓവറോൾ ഗ്രോത്ത് പൊസിഷനിലുള്ള ഒരു ചാർട്ടാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാം. ഇത് ലിസ്റ്റ് ചെയ്ത് 2019 സമയത്താണ് ലിസ്റ്റ് ചെയ്തത്. അതിനുശേഷം കോവിഡ് സമയമായപ്പോഴത്തേക്കും ഇത് നേരെ താഴെ പോയി. പിന്നെ എല്ലാ കമ്പനിയും ആ ഒരു കോവിഡിന് ശേഷം നല്ല രീതിയിൽ കയറിയുകൊണ്ട് തന്നെ അതേ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് കമ്പനി കയറി വന്നിരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് പറയുന്ന ആ ഒരു ലെവലിലാണ് കമ്പനി ഇപ്പോഴും നിലവിൽ വന്നിരിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകാം, ആ ഒരു ലെവലിനെ 2021 ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ഹൈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് ഇതുവരെ കമ്പനി പോയിട്ടില്ല. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു റേഞ്ചിൽ നിന്നിട്ടാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോക്ക് പ്രൈസിനെ സംബന്ധിച്ച് നല്ല ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പൊതുവേ കമ്പനികളുടെ സ്റ്റോക്ക് പറക്കാറാണ് ചെയ്യുന്നത്. അതായത് ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ പറക്കാറാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റോക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റുന്നത്, ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഞാനൊന്ന് ജസ്റ്റ് സൂം ചെയ്യുകയാണ്. ഞാനിപ്പം വീക്ക്ലി ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇതുണ്ട്, ചെറിയ ക്യാൻഡിലാണ് ഇവിടെ എല്ലാം വന്നിരിക്കുന്നത്. ഇതെല്ലാം വന്നിരിക്കുന്ന ഈ ഒരു സമയത്തെ സംബന്ധിച്ച് ഇത്രയും ക്യാൻഡിൽ വന്നിട്ട് ആ ക്യാൻഡിലിൻ്റെ സെല്ലിംഗ് പ്രഷറിനെ ഈ ഒരൊറ്റ ക്യാൻഡിലാണ് തീർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന ഇവിടുന്ന് ഇത്രയും ക്യാൻഡിലുകൾ ഏകദേശം 1 2 3 4 5 6 7 8 9 10 11 ഏകദേശം 3 12, അപ്പോൾ ഏകദേശം 3 മാസത്തോളം ക്യാൻഡിലുകളെ 2 ക്യാൻഡിൽ കൊണ്ടിട്ടാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. സോ സെല്ലേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ബയേഴ്സ് ഇവിടെ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകാൻ ബയേഴ്സ് സമ്മതിക്കുന്നേ ഇല്ലാത്തൊരു രീതിയിലേക്കാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു ലെവലെന്ന് പറയുന്നത് ബയേഴ്സിനെ സംബന്ധിച്ച് ഒരു ക്രൂഷ്യൽ ലെവലായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സെല്ലേഴ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്നതിനെ ബയേഴ്സ്
കവർ ചെയ്ത് ഒരു ക്യാൻഡിൽ 2 ക്യാൻഡിൽ കൊണ്ടാണ് പോകുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം, സെല്ലേഴ്സ് 2 അല്ലെങ്കിൽ 3 മാസമായിട്ട് ട്രൈ ചെയ്ത് താഴേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനെ ഒറ്റ മന്ത്ലി ക്യാൻഡിൽ കൊണ്ടാണിത് കവർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ സെല്ലേഴ്സിനേക്കാൾ കൂടുതൽ ഒരു അപ്പർ ഹാൻഡ് എടുക്കാനോ അല്ലെങ്കിൽ സെല്ലേഴ്സിനേക്കാൾ അവരെ ഡോമിനേറ്റ് ചെയ്ത് ബയേഴ്സ് ഇവിടെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത്, ഈ ഒരു പ്രൈസിൻ്റെ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്നത് അത്യാവശ്യം ക്രൂഷ്യലായിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിന് താഴേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല. ഇവിടെ വന്ന് ഈ ഒരു സൈഡിൽ നല്ല ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസിന് അത്യാവശ്യം നല്ല ഒരു വോളിയത്തോട് കൂടിയിട്ട് ഒരു വോളിയം തന്ന ഒരു ക്യാൻഡിൽ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു റേഞ്ചിലേക്ക് വരാൻ നേരത്ത് കയറി ടപ്പേ എന്ന് മുകളിലോട്ട് അടിച്ച് കയറി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു സ്ട്രോങ് ഒരു പോയിൻ്റ് ആയിട്ടാണ് എനിക്കിവിടെ തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടേക്ക് വരികയാണെങ്കിൽ ജസ്റ്റ് ഞാൻ വേറൊരു കേസ് കൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവമാണ് ഞാൻ നോക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് ലാസ്റ്റ് ക്യാൻഡിലേക്ക് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു ഏരിയ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടെ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കും. ഞാൻ എന്നിട്ട് നമ്മളുടെ ഈ ഒരു ലെവലിനെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഏറ്റവും ഓൾ ടൈം ഹൈ എന്നുള്ള ലെവലിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അതായത് നമുക്ക് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇവിടെയാണ് ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈലിൻ്റെ ഞാൻ എടുത്തത്, നിങ്ങൾ കണ്ടതാണ് എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് വരാൻ നേരത്ത് ബയേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം ഈ പറയുന്ന ഈ ബ്രേക്ക് ഔട്ടിന് ശേഷം ഈ ഒരു റേഞ്ചിലേക്ക് വരാൻ നേരത്താണ് നമ്മൾ ട്രേഡുകൾ കൂടുതലും ആക്റ്റീവ് ആകുന്നത്. ഇത്രയും റേഞ്ചിലെ 70% വോളിയം ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക അല്ലെങ്കിൽ വോളിയം ഇവിടെ ട്രേഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ചിലേക്കാണ്. അപ്പോൾ ഈ ക്യാൻഡിൽ വന്നതിൻ്റെ അതേ ഒരു ലെവൽ അനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ക്യാൻഡിലുകൾ വന്ന ഈ ഒരു ക്യാൻഡിലിനെ ഈ ഒരൊറ്റ ക്യാൻഡിൽ കൊണ്ടാണ് ഇവിടെ കവർ ചെയ്തിരിക്കുന്നത്. കാര്യം ഈ ഒരു ലെവലിൽ നിന്ന് ഇത് താഴോട്ട് പോകാൻ സമ്മതിക്കുന്നേ ഇല്ല. ഈ ഒരു ലെവലിൽ തന്നെ നിൽക്കുക ചെയ്യുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇത്രയും ക്യാൻഡിലുകൾ ഇവിടെ കടന്ന്, അതായത് ഈ ഒരു റേഞ്ച് കവർ ചെയ്ത് മുകളിലോട്ട് കയറി പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഇപ്പം ട്രേഡ് ചെയ്യുന്ന ലെവലിനെ സംബന്ധിച്ച് ഇതൊരു ക്രൂഷ്യൽ ലെവലായിട്ട് നിൽക്കുകയാണ്. ഈ പറയുന്ന 267 എന്ന് പറയുന്ന ഈ ഒരു ലെവലെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് തിരിച്ച് റിട്ടേൺ അടിച്ച് കയറി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ആ ഒരു റേഞ്ചിൽ നിന്നും ഏകദേശം 20% അപ്രോക്സിമേറ്റ് നമുക്കൊരു ഗ്രോത്ത് പൊട്ടൻഷ്യൽ അവിടെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നൊരു കേസ് എന്ന് വെച്ചാൽ വോളിയം വളരെ കുറവാണ്. വോളിയം കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹോൾഡ് ചെയ്തിരിക്കുന്ന റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ഹോൾഡേഴ്സ് ഈ ഒരു സ്റ്റോക്കിനെ കയ്യിൽ നിന്ന് വിറ്റൊഴിക്കാൻ അവർക്ക് സമ്മതമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹോൾഡേഴ്സ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ അസറ്റിൽ അവർ അത്രയും കോൺഫിഡൻ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുന്ന വേറൊരു കേസ് എന്ന് വെച്ചാൽ ഇവിടെ എല്ലാം വോളിയം അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കൂടി വരുന്നുണ്ട്. അതായത് വോളിയം ഇത്രയും കൂടി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ആരെങ്കിലുമൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡിവിജ്വൽസോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് വാങ്ങിച്ച് കൂട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ 2022 മുതൽ 2021 ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് ഞാൻ 321 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഫ്ലൈ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് പൊതുവെ സ്റ്റോക്കുകൾ കാണപ്പെടുന്നത്. അതായത് ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇപ്പോൾ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നു ഇതിൻ്റെ ഓവറോൾ ഫണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. ക്വാർട്ടർലി റിസൾട്ട്, അതുപോലെ തന്നെ ഇയർലി റിസൾട്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മൾ റാൻഡമായിട്ട് നോക്കി, അതുപോലെ തന്നെ ചാർട്ടും നമ്മളിപ്പം അത്യാവശ്യം പറയേണ്ട കാര്യങ്ങളൊക്കെ കവർ ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിനനുസരിച്ച് അത് പ്ലാൻ ചെയ്യുക. Okay then, thank you.